ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്തെങ്കിലും വിശേഷം? അപ്പോൾ ഇന്നത്തെ റെസിപ്പി നട്ടുച്ച നേരത്ത് ഞാൻ ചോറുണ്ടാക്കാൻ പോയപ്പോൾ തോന്നിയ ഒരു രീതിയിലുള്ളൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നതാണ്. അപ്പോൾ ആദ്യമേ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും പെപ്പറും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നല്ല ഒരു ചുക്ക ടൈപ്പിൽ ഒന്ന് ബുർജി ടൈപ്പിലാക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കോരി മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഫ്രൈഡ് റൈസ് ആക്കുമ്പോൾ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. പക്ഷെ ഞാനിതില്ല, ജീരകശാലയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ജീരകശാല അരിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിലേക്ക് പിന്നെ കുറച്ച് പച്ചക്കറികൾ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളിയും ക്യാപ്സിക്കം, കുറച്ച് ബീൻസ്, കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് ഈ പാത്രത്തിൽ അരി എടുക്കുന്നത്. അപ്പോൾ ആ ഒരു കപ്പിൽ ഞാൻ 1.25 അളവുന്ന രീതിയിൽ വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് സ്പൈസസൊക്കെ ഞാൻ ആഡ് ആക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള സ്പൈസസൊക്കെ ആഡ് ആക്കാം. ഞാനിപ്പോൾ ഇതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെപ്പർ പൊടി, കുറച്ച് ചിക്കൻ മസാല കൂടി ആഡ് ആക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ജീരക പൊടിയും കൂടി ആഡ് ആക്കുന്നുണ്ട്. എന്നിട്ട് ഈ വെള്ളം ഒന്ന് നല്ലോണം തിളപ്പിച്ച് കിടക്കുന്നുണ്ട്. വെള്ളം ഈ തിളച്ച ശേഷം ഇതിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി ഇത് ജീരകശാലയാണ്. അപ്പോൾ ഇതിൽ ഉണ്ടാക്കുമില്ല, നല്ല ചോറിന് ആയിട്ട് കിട്ടുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഇത് നമുക്ക് ഉച്ചക്കൊക്കെ മാത്രം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടിഫിനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ പെട്ടെന്നായിട്ട് ഉണ്ടാക്കുന്ന ഒരു റൈസും കൂടിയാണ്. നല്ല ടേസ്റ്റും കൂടിയാണ്. ഉള്ള പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് ഞാൻ ഒരു 20 മിനിറ്റോളം ഇത് ഞാൻ ലോയിൽ വെച്ചിട്ട് തന്നെ ആദ്യം തൊട്ടേ ഇത് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറുതായിട്ടുള്ളൊരു സലാഡും കൂടി ഉണ്ടാക്കുന്നുണ്ട്. കുക്കുംബർ, ഉള്ളി, തക്കാളി, പിന്നെ പച്ചമുളക് ഞാൻ തീരെ ഇട്ടിട്ടില്ല. കാരണം എൻ്റെ കുട്ടികൾക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളക് തീരെ ആഡ് ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ആക്കാം. പിന്നെ കുറച്ച് തൈരും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അപ്പോൾ ഇവിടെ സലാഡ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഈ സമയത്ത് എൻ്റെ ചോറൊക്കെ കുക്കായിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് തീ ഓഫാക്കിയിട്ടുണ്ട്. തീ ഓഫാക്കിയിട്ടില്ലേ ഇതിലേക്ക് ഇത് ദം വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇപ്പോൾ ഇതിലൊരു 90% വരെ കുക്കായിട്ടുണ്ട്. ഇനി ദമ്മിൽ വേണം 10% കൂടി കുക്കായി കിട്ടാൻ. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം ആറിയിട്ട് ഒരു 90% കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ മുട്ട ഒന്ന് ചിക്കി ഇട്ട് കൊടുത്തിട്ടില്ലേ, അത് ആഡ് ആക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് എരിവ് നോക്കാം. എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് എരിവായിട്ടുള്ള സോസ് ആഡ് ആക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഗാർലിക് ചില്ലി സോസാണ് ഉള്ളത്. ഇത് നല്ല എരിവാണ്. അപ്പോൾ ഇതിന് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിലേക്ക് ഞാൻ പച്ചമുളക് ആഡ് ആക്കിയിട്ടില്ല. പിന്നെ ഒരു ചെറിയൊരു കളർ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കശ്മീരി ചില്ലിപ്പൊടി ഇട്ട് കൊടുത്തത്. അത് അത്ര എരിവൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സോസ് ആഡ് ആക്കുന്നുണ്ട്. പിന്നെ സോസ് ആഡ് ആക്കിയിട്ടാകുമ്പോൾ ഫ്രൈഡ് റൈസിന് ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. പിന്നെ സോയ സോസും കൂടെ ആഡ് ആക്കാം. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. പിന്നെ ഇതിലേക്ക് ഇന്ന് നമ്മൾ ദം വെച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിൽ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടില്ലേ, ഒരു ഹാഫ് ആൻ അവറോളം ഇങ്ങനെ കുക്കാക്കി വെച്ചിട്ട് ദം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് തുറന്നിട്ടുള്ളത്. നല്ല പൊരിയായിട്ടുള്ള ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഓരോന്നിനും നല്ലൊരു എന്താ പറയുക, നമുക്ക് കടയിലൊക്കെ തട്ടുകടയിലൊക്കെ നമുക്ക് ഷോപ്പിലൊക്കെ കിട്ടുന്നില്ലേ, അതുപോലെ തന്നെ ഒരു ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് സലാഡും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് സെർവ് ആക്കി കൊടുക്കാം. ഇങ്ങനെ ബൗൾസിൽ ഇങ്ങനെ ചോറ് വെച്ച് കൊടുത്തിട്ട് സൈഡിൽ ഇങ്ങനെ അങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്കാം. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ചോറാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.